എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ സെൽഫ് ഡ്രോയിംഗ് ഓഫീസർ പദവി നിഷേധിച്ചതിൽ KPSTA ധർണ നടത്തി. എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ സെൽഫ് ഡ്രോയിംഗ് ഓഫീസർ പദവി നിഷേധിച്ച ഉത്തരവിനെതിരെ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മട്ടാഞ്ചേരി ഉപജില്ലയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. PA സുനിത അധ്യക്ഷത വഹിച്ചു. ഈ സെൽഫ് ഡ്രോയിംഗ് പദവി ഓരോ അധ്യാപികയും ലീവ് എടുക്കുമ്പോഴും ശമ്പളം പാസ്സാക്കുന്നതിനും ഇതിനെല്ലാമായിട്ട് പ്രധാന അധ്യാപകർ AEOയും DOയിലും കയറി ഇറങ്ങേണ്ട ഒരു നിലപാടിലേക്ക് സർക്കാർ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. 2ാം തീയതിയും 3ാം തീയതിയും ശമ്പളം ലഭിക്കേണ്ട നമ്മൾക്ക് 5ഉം 6ഉം 7ഉം ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും ശമ്പളം ലഭിക്കാത്ത ഒരു രീതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ നിലപാട്. തീർച്ചയായിട്ടും ഈ നിലപാടിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. പല സമരങ്ങളും പ്രതിഷേധ ധർണകളും നടത്തിയാണ് നമ്മളുടെ ആനുകൂല്യങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. നമുക്കറിയാം, ഉച്ചഭക്ഷണത്തിനാണെങ്കിൽ പോലും നിരവധി സമരങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ കാശുകൾ നമ്മൾ കോടതിയിലേക്ക് ചെല്ലുന്നതിന് 2ഓ 3ഓ ദിവസം അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ദിവസങ്ങളിൽ കുറച്ച് നാളത്തെ പൈസ നമുക്ക് പാസ്സാക്കും. വീണ്ടും നമ്മൾ കോടതിയെ സമീപിക്കുന്നു. ഇങ്ങനെ നിരന്തരമായ ധർണ സംസ്ഥാന കൗൺസിൽ അംഗം PG സേവ്യർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവിനെതിരെയുള്ള ഒരു സമരം ഇത് കേരളത്തിലുള്ള എല്ലാ ഉപജില്ലകളിലും ഇത്തരം സമരങ്ങൾ നടത്തുകയാണ്. 2013 നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്ന കാലഘട്ടത്തിലാണ് അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ ശമ്പള ബില്ലുകളും AE ഓഫീസിൽ കൊണ്ടുവന്ന് കൗണ്ടർ സൈൻ ചെയ്ത ശേഷം മാത്രം ട്രഷറിയിലേക്ക് സബ്മിറ്റ് ചെയ്യണമെന്നിരുന്ന ആ ഉത്തരവിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് നമുക്ക് നേരിട്ട് ട്രഷറിയിലേക്ക് ബില്ലിടാനുള്ള ഒരു അവകാശം നൽകിയ വലിയ ഒരു ഉത്തരവായിരുന്നു അത്. പക്ഷേ ഏതോ 1-2 സ്ഥലങ്ങളിലെ മാൽ പ്രാക്ടീസ് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം എല്ലാ എയ്ഡഡ് സ്കൂളിലെയും ഹെഡ് മാസ്റ്റർമാരുടെ ഈ DDO പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം? നമുക്കറിയാം, നമ്മുടെ ശമ്പളം സ്പാർക്കിലൂടെയാണ് ശമ്പളം പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ജില്ലാ ഭാരവാഹികളായ MM മൈക്കിൾ, CJ ഔസേബ്, ശ്രീനിയസ് പൈ, K ഡെറിൻ, ജോസഫ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിൻ്റെ നിരന്തരമായിട്ടുള്ള നമ്മുടെ അധ്യാപകർക്കെതിരെ നടത്തുന്ന ചൂഷണത്തിനെതിരെ സംഘടിക്കുവാനായിട്ടാണ്, അതിനെ പ്രതിഷേധിക്കുവാനായിട്ടാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. എയ്ഡഡ് സ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെ സെൽഫ് ഡ്രോയിങ് ഓഫീസർ പദവി എടുത്തു മാറ്റിയിരിക്കുകയാണ്. 2013 കോൺഗ്രസ് സർക്കാരാണ് അത് കൊണ്ടുവന്നത്. അത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്. അത് അവർ ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കയ്യിലുള്ള പണം നമ്മളിൽ പെട്ടെന്ന് എത്തുന്നത് 2ാം തീയതി 3ാം തീയതിക്കുള്ളിൽ എല്ലാ അധ്യാപകരുടെയും പൈസ എത്തുന്നതാണ്. അത് തടസ്സം വരുത്തുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.